ആ കമ്പനിക്ക് വേണ്ടി എത്രമാത്രം എക്സ്പോർട്ടുകൾ കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് സെയിൽസ് മാനേജർ എന്നുള്ള നിലക്ക് അദ്ദേഹം കയറ്റി അയച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് ദുബായിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ വേറെ രാജ്യങ്ങളിൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വിവരം പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അദ്ദേഹം അത് ചെയ്തില്ല. നമ്മൾ വിചാരിക്കുന്നത് 2024 അദ്ദേഹം ഈ ജോബ് കാർഡിന്റെ ഉടമയാകുന്നത് എന്നാണ്, റെസിഡൻസി വിസയുടെ ഹോൾഡർ ആകുന്നത് എന്നാണ്. 24 വർഷം 2024 മുതൽ 2026 വരെയാണ് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുള്ള സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിസ കാലാവധി. എന്നാൽ അദ്ദേഹത്തിന് UAE റെസിഡൻസി എന്നുള്ള നിലയിലുള്ള വിസ എന്ന് വെച്ചാൽ കമ്പനി ഉദ്യോഗസ്ഥനാണ്, സെയിൽസ് മാനേജർ ആണ് എന്നുള്ള വിസ 2018 മുതലുണ്ട്. 25/3/2018 മുതൽ 19/12/2020 വരെ 19/12/2020 വരെ അദ്ദേഹത്തിന് ഈ കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്നുള്ള നിലയിലുള്ള വിസ ഉണ്ട്. 19/12/2020, നോട്ട് ദാറ്റ് ഡേറ്റ്. 19/12/2020 കഴിഞ്ഞാൽ പിന്നെ 2021 വരുന്നത്. 2021 മാർച്ച് മാസം അവസാനത്തിലാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ ഫിറോസ് താനൂരിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അങ്ങനെ മത്സരിക്കുമ്പോൾ നോമിനേഷൻ കൊടുക്കേണ്ടി വരുന്ന സമയത്ത് UAE വിസ ഒരു തടസ്സമായി ഉന്നയിക്കപ്പെടുമോ എന്ന് ഭയന്ന് അദ്ദേഹം അത് കുറച്ച് നാളത്തേക്ക് വേണ്ടെന്ന് വെക്കുകയാണ്. എന്നിട്ട് 29/3/2022 മുതൽ 29/3/2022 മുതൽ 18/3/2024 വരെ വീണ്ടും അതേ വിസ അദ്ദേഹം കരസ്ഥമാക്കുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം 18/3/2024 ക്യാൻസലായ അല്ലെങ്കിൽ എക്സ്പയറി ആകുന്ന വിസ അദ്ദേഹം വീണ്ടും പുതുക്കി. അത് 2026 വരെ കാലാവധിയുള്ളതാണ്. 5.25 ലക്ഷം രൂപയാണ് ഓരോ മാസവും അദ്ദേഹത്തിന് ശമ്പളമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓഫീസിന്റെ ലൊക്കേഷൻ അദ്ദേഹം ഒന്ന് പുറത്തുവിടണം. ദുബായിൽ എവിടെയാണ് ഈ കമ്പനിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്ന വിവരം അദ്ദേഹം പുറത്തുവിടണം. ഞാൻ അന്വേഷിച്ചിടത്തോളം ദുബായിൽ ഇങ്ങനെ ഒരു കമ്പനിയുടെ ബോർഡ് അന്വേഷിച്ച ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഏതെങ്കിലും ഉൾഭാഗത്ത് ഒരു ചെറിയ ബോർഡോ മറ്റോ വെച്ച് അങ്ങനെ ഒരു കമ്പനി ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഭക്ഷണ വസ്തുക്കളുടെ വിൽപ്പനയാണ് ഈ കമ്പനി നടത്തുന്നത് എന്നാണ് പറയുന്നത്. എങ്കിൽ ഈ കമ്പനിയുടെ UAEയിലെ ബിസിനസ് സംബന്ധമായിട്ടുള്ള രേഖകൾ അദ്ദേഹം പുറത്തുവിടണം. അദ്ദേഹം സെയിൽസ് മാനേജർ ആണല്ലോ. ആകെ ഈ കമ്പനിയിൽ 3 ജീവനക്കാരേ ഉള്ളൂ. ഒരാള് സെയിൽസ് മാനേജർ, ഒരാള് എക്സിക്യൂട്ടീവ് മാനേജറോ പർച്ചേസ് മാനേജർ, ഒരാള് ഓപ്പറേറ്റിംഗ് മാനേജർ. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള 3, അത് ഞാനിന്ന് എൻ്റെ FBയിൽ ആ 3 ആളുകളുടെ തസ്തികകൾ അത് അവരുടെ സൈറ്റിൽ നിന്ന് എടുത്തിട്ട് തന്നെ കൊടുത്തിരുന്നു. 3 മാനേജർമാർ മാത്രമാണ് ആ കമ്പനിക്കുള്ളത്. പണ്ട് CH മുഹമ്മദ് കോയ സാഹിബ് വിമത ലീഗ് ഉണ്ടായ സമയത്ത് എല്ലാ നേതാക്കന്മാരും അന്ന് അഖിലേന്ത്യാ ലീഗിലാണ്. അഖിലേന്ത്യാ ലീഗിനെ കുറിച്ച് പറഞ്ഞൊരു വാചകമാണ് എനിക്ക് ഓർമ്മ വന്നത്. അഖിലേന്ത്യാ ലീഗ് ഡച്ച് പട്ടാളം പോലെയാണ്. ഓൾ ആർ കമാൻഡർ ഇൻ ചീഫ്സ്, ദർ ഇസ് നോ സോൾജിയേഴ്സ് ടു ഫൈറ്റ്. യുദ്ധം ചെയ്യാൻ ആളുകളില്ലാത്ത
പട്ടാളക്കാരില്ലാത്ത വെറും ഒരു കമാൻഡർ ചീഫുകൾ മാത്രമുള്ള സൈന്യമാണ് ഡച്ചുകാരുടേത്. അതുപോലെയാണ് അഖിലേന്ത്യാ ലീഗ് എന്ന് പണ്ട് CH കളിയാക്കി പറഞ്ഞിരുന്നു. സത്യത്തിൽ CHന്റെ ആ വാക്കുകൾ പ്രസക്തമാകുന്നത് ഫിറോസിന്റെ കമ്പനിയുമായിട്ട് കൂടി ബന്ധപ്പെട്ടാണ്. 3 മാനേജർമാർ മാത്രമുള്ള കമ്പനി, ഒരു ക്ലാർക്കില്ല, ഒരു സ്റ്റെനോഗ്രാഫർ ഇല്ല, ഒരു സിസ്റ്റം ഓപ്പറേറ്റർ ഇല്ല, ഒരു അറ്റൻഡർ ഇല്ല. ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തൂപ്പുകാരൻ വേണമല്ലോ. അപ്പൊ തൂപ്പുകാരന്റെ ജോലി ഉൾപ്പെടെ ചെയ്യുന്നത് മാനേജർമാരാണോ? അദ്ദേഹമാണ് അത് വ്യക്തമാക്കേണ്ടത്. അദ്ദേഹം ഇത് അംഗീകരിച്ചിട്ടുണ്ട്. എനിക്ക് വിസ ഉണ്ട്. അദ്ദേഹത്തിന് ഇവിടുത്തെ മാത്രം ജോബ് വിസ അല്ലത്രേ ഉള്ളത്. അമേരിക്കയിലെ ജോബ് വിസയുണ്ട്, UK ജോബ് വിസയുണ്ട്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലെ ജോബ് വിസകൾ ഹോൾഡ് ചെയ്യുന്ന, ഒരുപാട് രാജ്യങ്ങളിൽ ബിസിനസ്സുകൾ നടത്താൻ കഴിവുള്ള, എന്നാൽ അതോടൊപ്പം കേരളത്തിൽ യൂത്ത് ലീഗിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മുന്നിലും ചുക്കാൻ പിടിച്ചു നിൽക്കുന്ന ഇദ്ദേഹം ഒരു മായാവി തന്നെയാണ്. കുമ്പിടി എന്ന് പറഞ്ഞാൽ പോരാ, അത് കുറച്ച് താഴ്ന്നു പോകും. പൊളിറ്റിക്കൽ കുമ്പിടിയല്ല, സാക്ഷാൽ മായാവി തന്നെയാണ്. കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണ് ശ്രീ PK ഫിറോസ്. ഇത്ര വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. എന്നിട്ട് അദ്ദേഹം യൂത്ത് ലീഗുകാരോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും ബിസിനസ്സുകാരാവണം, നിങ്ങളൊന്നും ഇങ്ങനെ ആയാൽ പറ്റൂല. ഒരു മുഴുസമയ രാഷ്ട്രീയ പ്രവർത്തകൻ, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ഈ പദവികൾ അലങ്കരിക്കുന്ന കേരളത്തിലെ ഏത് വ്യക്തിയാണ് വിദേശ രാജ്യത്ത് ഒരു റെസിഡൻസി വിസ ഹോൾഡ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു യുവജന സംഘടനയുടെ നേതാവ്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഇങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ജോബ് വിസ ഹോൾഡ് ചെയ്യുന്നവരായിട്ടുണ്ടോ? അത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോടാണ് ചോദിക്കേണ്ടത്. കാരണം അവരുടെ യുവജന സംഘടനയാണല്ലോ യൂത്ത് ലീഗ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന് ജോബ് വിസയുണ്ടോ? ഫിറോസ് വ്യക്തമാക്കട്ടെ. സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾക്ക്, അദ്ദേഹം യൂത്ത് ലീഗ് പ്രവർത്തകരോട് പറയുന്നത്, ആദ്യം പ്രവൃത്തിപഥത്തിൽ അദ്ദേഹം കൊണ്ടുവരേണ്ടത് ആരുടെ പ്രവൃത്തിപഥത്തിലാണ്? തന്റെ കമ്മിറ്റിയിൽ തന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള, താൻ ജനറൽ സെക്രട്ടറിയായ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള മുനവർ അലി ശിഹാബ് തങ്ങളോടാണ്. മുനവർ അലി ശിഹാബ് തങ്ങൾക്ക് അങ്ങനെ ഒരു ജോബ് വിസ 20,000 22,000 ദിർഹം അഥവാ 5 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ ശമ്പളം പറ്റുന്ന വല്ല വിസയും അദ്ദേഹത്തിനുണ്ടോ? അദ്ദേഹത്തിന്റെ കമ്മിറ്റിയിലെ ട്രഷറർക്കുണ്ടോ? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളിന് ജോബ് വിസയുണ്ടോ? PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ജോബ് വിസയുണ്ടോ ഏതെങ്കിലും രാജ്യത്ത്? PMA സലാമിന് ജോബ് വിസയുണ്ടോ?